Hello everyone. Today we are going to start a new lecture series on BEGLA 135 English in Daily Life. First of all, what are the primary objectives of BEGLA 135? അപ്പോൾ ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും ആ ഒരു കോഴ്സിന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില റീസൺസ് ഉണ്ടായിരിക്കും, കാരണങ്ങൾ ഉണ്ടായിരിക്കും, എയിംസ് ഉണ്ടായിരിക്കും, അല്ലെ, ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നോക്കാം ഏതൊക്കെയാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് BEGLA 135. അപ്പൊ വൺ ബൈ വൺ ആയിട്ട് നോക്കാം. To make the learners capable to communicate fluently and accurately in the different context of ഡെയിലി ലൈഫ് അല്ലെ. അപ്പോൾ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ലേണേഴ്സിനെ ക്യാപ്പബിൾ ആക്കുക ടു കമ്മ്യൂണിക്കേറ്റ് ഫ്ലുവൻലി ആൻഡ് ആക്യുറസി അല്ലെ. അപ്പോൾ ഒരു ഫ്ലുവൻസി കണ്ടെത്താനും ആക്യുറസി കണ്ടെത്താനും അല്ലെ കമ്മ്യൂണിക്കേഷനിൽ ആളുകളെ സപ്പോർട്ട് ചെയ്യുക, ലേണേഴ്സിനെ സ്റ്റുഡൻസിനെ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക അല്ലെ. അതും എവിടെ, ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് ഓഫ് ഡെയിലി ലൈഫ് അല്ലെ. നമുക്ക് കാണാൻ പറ്റൊരു ഡെയിലി ലൈഫിൽ ഇൻഫോർമൽ കോണ്ടെക്സ്റ്റ് ഉണ്ടായിരിക്കും, ഫോർമൽ കോണ്ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ബേസ്ഡ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ആരെ ലേണേഴ്സിനെ ക്യാപ്പബിൾ ആക്കുക ഫ്ലുവൻ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് സംസാരിക്കാൻ അല്ലെ. ആക്യുറസി കണ്ടെത്താനും അതുപോലെ തന്നെ ഫ്ലുവൻസി കണ്ടെത്താനും റീഡേഴ്സിനെ, ലേണേഴ്സിനെ, സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് BEGLA 135. അപ്പൊ നമുക്ക് കാണാൻ പറ്റും സം വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് ആർ പെർട്ടിക്കുലർലി ഫോർ എ സർട്ടൈൻ കോണ്ടെക്സ്റ്റ്. there are certain words നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, we have to use in a certain particular കോണ്ടെക്സ്റ്റിൽ. അപ്പൊ നമ്മൾ ഇൻഫോർമൽ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്ന വേർഡ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, വി ആർ നോട്ട് സപ്പോസ് ടു യൂസ് ഇൻ ഫോർമൽ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഫോർമൽ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്ന വേർഡ്സുകൾ, ഫ്രേസുകൾ, സെന്റൻസുകൾ എവിടെ തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ, വി ഹാവ് ടു യൂസ് ഇൻ ഫോർമൽ കോണ്ടെക്സ്റ്റ്. അതുപോലെ തന്നെ ഫോർമൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഫോർമൽ കോണ്ടെക്സ്റ്റ് മീൻസ് ഒഫീഷ്യൽ പേർപ്പസിന്, അതുപോലെ തന്നെ അക്കാഡമിക് പേർപ്പസിന്, പിന്നെ നമ്മുടെ ഒഫീഷ്യൽ പേർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെ ആ ഒരു വേർഡുകൾ നമ്മൾ ഒരിക്കലും എവിടെ ഉപയോഗിക്കാൻ പാടില്ല, ഇൻഫോർമൽ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ ഫ്രണ്ട്സിന്റെ ഡെയിലും വീട്ടിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല അല്ലെ. അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഇവിടെ, നമുക്കൊരു ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലെ. ആ ഒരു വേർഡ്സുകളെ, കളക്ഷൻ ഓഫ് വേർഡ്സിനെ, കളക്ഷൻ ഓഫ് ഫ്രേസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു കാറ്റഗറൈസ് ചെയ്യണം. എന്തിനനുസരിച്ച്, ബേസ്ഡ് ഓൺ ദി കോണ്ടെക്സ്റ്റ് അല്ലെ. ഇൻഫോർമൽ കോണ്ടെക്സ്റ്റ് എന്നും ഫോർമൽ കോണ്ടെക്സ്റ്റ് നിന്നും അല്ലെ വേർഡ്സുകളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ ദിസ് കോഴ്സ് ഹെൽപ്പ് യു ടു ഡിസ്ക്രിമിനേറ്റ് വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് ബേസ്ഡ് ഓൺ ദി ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ്. അപ്പൊ വ്യത്യസ്ത കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഏതൊക്കെ കോണ്ടെക്സ്റ്റിൽ ഏതൊക്കെ വേർഡ് ഉപയോഗിക്കണം എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ പേപ്പർ സഹായിക്കും. ഇറ്റ് ഹാസ് drawn examples from contemporary relevant topics like travel, health, fitness, social values and workplace. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, it has selected മെറ്റീരിയൽസ് ഫ്രം കണ്ടംപററി റെലവൻറ്റ് ടോപ്പിക്. അപ്പം കണ്ടംപററി റെലവൻറ്റ് ടോപ്പിക് എന്നാണ് എസ്പെഷ്യലി നമ്മൾ ട്രാവലിംഗ്, അതുപോലെ തന്നെ ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള, ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ സോഷ്യൽ വാല്യൂസ്, അതുപോലെ തന്നെ നമ്മുടെ വർക്ക് പ്ലേസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പാസേജസുകൾ, അതുപോലെ തന്നെ പാരഗ്രാഫുകൾ, പിന്നെ അതുപോലെ തന്നെ ട്രാവലോഗുകൾ, ഇതുപോലൊക്കെയുള്ള ഒരുപാട് കോണ്ടെക്സ്റ്റുകളിൽ നിന്നാണ് ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരുപാട് എക്സാമ്പിൾസുകളൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം BEGLA 135 എംഫസൈസസ് അല്ലെ. എംഫസൈസ് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം എന്തിനൊക്കെയാണ് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനൊക്കെയാണെന്ന് നോക്കാം. ഡെവലപ്മെന്റ് ഓഫ് 4 ബേസിക് സ്കിൽസ്. അപ്പോൾ ഈ ഒരു കോഴ്സ് BEGLA 135 എംഫസൈസ് ചെയ്യുന്നത് ഡെവലപ്മെന്റ് ഓഫ് 4 ബേസിക് സ്കിൽസ് അല്ലെ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ദർ ആർ 4 ബേസിക് സ്കിൽസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യണോ, നമ്മൾ ബി കോമ്പിറ്റന്റ് ആയിരിക്കണം ഏത് ഈ ഒരു 4 ബേസിക് സ്കില്ലുകളിൽ. ഏതൊക്കെ, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അപ്പൊ ഈ ഒരു സ്കില്ലിൽ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകൾ, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. Besides, it also emphasizes on the enhancement of vocabulary, grammar, pronunciation. Apart from this 4 basic skill, like ഈ ഒരു കോഴ്സ് ഓൾസോ എംഫസൈസസ് ഓൺ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് വൊക്കാബുലറി, അതുപോലെ തന്നെ ഗ്രാമാറ്റിക്കൽ കോമ്പിറ്റന്റ് ആക്കി മാറ്റുക, അതുപോലെ തന്നെ പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യിക്കുക. ഇതെല്ലാം തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ത് ബേസിക്കലി ഉണ്ടായിരിക്കേണ്ട അല്ലെ ഒരു പിന്നെ പ്രീ റിക്വസൈറ്റ്സുകളാണ് ഈ പറഞ്ഞതെല്ലാം അല്ലെ. വൊക്കാബുലറി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഗ്രാമർ ഉണ്ടായിരിക്കണം, പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവണം
അല്ലെ? അല്ലെങ്കിൽ ഒരിക്കലും എന്ത് ആവില്ല, കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും തന്നെ പ്രോപ്പർ ആവില്ല, സക്സസ് ആവില്ല അല്ലെ? വൊക്കാബുലറി മീൻസ് വേർഡ് കളക്ഷൻ ആണ്. വേർഡ് കളക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, വൊക്കാബുലറി എന്ന് പറയാം. അപ്പോൾ ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള വേർഡ് വൊക്കാബുലറി ഇല്ലെങ്കിൽ ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ സക്സസ് ആവില്ല. അതുപോലെ തന്നെ ഗ്രാമർ. ഗ്രാമർ മീൻസ് ഇറ്റ് ഇസ് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അല്ലെ? സബ്ജക്ട് വേർബ് റിലേഷൻസിനെ കുറിച്ചും എങ്ങനെ വേർഡ് കമ്പൈൻ ചെയ്യണം, ഏതൊക്കെ വേർഡ് തമ്മിലാണ് നമ്മൾ കമ്പൈൻ ചെയ്യാൻ പറ്റുക, ഏതൊക്കെ കമ്പൈൻ ചെയ്യാൻ പറ്റില്ല അല്ലെ? അങ്ങനെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇവിടെ വരുന്നത്, ഗ്രാമർ അല്ലെ? അതുപോലെ തന്നെ പ്രൊനൗൺസിയേഷൻ, എങ്ങനെയാണ് ഹ്യൂമൻ സ്പീച്ച് സൗണ്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ ഓരോ വേർഡുകൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് അല്ലെ? ഇങ്ങനെ തുടങ്ങിയ ഏരിയാസ് എല്ലാം തന്നെ ഈ ഒരു കോഴ്സിൽ എംഫസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ BEGLA 135 uses the different text or materials. അപ്പോൾ ഇവിടെ നിങ്ങൾ ഞാൻ പറഞ്ഞ എംഫസൈസ് ഓൺ 4 സ്കിൽസ് അല്ലെ? ഈ ഒരു 4 സ്കിൽസ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ദേ ഹാവ് ടു യൂസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റ്. ഒരുപാട് ടെക്സ്റ്റുകൾ, ടീച്ചിങ് മെറ്റീരിയൽസ് അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ടീച്ചിങ് മെറ്റീരിയൽസ് ആണ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് ടെക്സ്റ്റുകളാണ് അവർ ഉപയോഗിക്കുന്നത് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫ് ഉപയോഗിക്കുന്നുണ്ട്, എസ്സേസ് ഉണ്ട്, അതുപോലെ തന്നെ കോൺവെർസേഷൻസ് ഉണ്ട്, ലെറ്റേഴ്സ് ഉണ്ട്, സ്റ്റോറീസ് ഉണ്ട്, അതുപോലെ തന്നെ സ്പീച്ചുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഇമെയിൽസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന അല്ലെ, ഇംഗ്ലീഷ് ഉപയോഗിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം അല്ലെ? എസ്സേസ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും, കോൺവെർസേഷന് ചെയ്യേണ്ടതായിട്ട് വരും, ലെറ്റേഴ്സ്, സ്റ്റോറീസ്. അപ്പൊ ഇതൊക്കെ ഡിഫറെന്റ് നമ്മുടെ ലൈഫിൽ വ്യത്യസ്ത സിറ്റുവേഷനിൽ വ്യത്യസ്ത കോണ്ടെക്സ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അല്ലെ? അപ്പം പിന്നെ ഈ പറഞ്ഞ ഇത്തരത്തിൽ വരുന്ന മെറ്റീരിയൽസ് ഒക്കെയാണ് ഇതിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടത് അല്ലെ? അപ്പം the course uses different types of text, ഏതൊക്കെ പാരഗ്രാഫ്, എസ്സേസ്, കോൺവെർസേഷൻ, ലെറ്റേഴ്സ്, സ്റ്റോറീസ്. ഇതൊക്കെ എന്തിനു വേണ്ടി? അണ്ടർസ്റ്റാൻഡ് ആൻഡ് അക്വയർ ബേസിക് സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഏതൊക്കെ? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അപ്പൊ ഈ പറഞ്ഞ മെറ്റീരിയൽസ് ഒക്കെ ടെക്സ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡെവലപ്പ് ഏത്? ഫോർ ബേസിക് സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഏതൊക്കെ? റീഡിങ്, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. അതുപോലെ തന്നെ കോഴ്സ് സ്ട്രക്ചർ നോക്കാം. BEGLA 135 has been divided into 4 blocks, and 4 blocks are again categorized into different units. അപ്പോൾ ഒരു 4 ബ്ലോക്സുകളാണ് വരുന്നത്. ഫസ്റ്റ് വൺ greeting and goodbye. Block 2, the world around us. Third block, media and entertainment. Fourth one, burning issues. അപ്പൊ ഇത്രയാണ് ഈ ഒരു 4 ബ്ലോക്കുകളായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ബ്ലോക്കുകൾ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട്. ഓക്കെ, ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ മൊഡ്യൂൾ വൈസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബ്ലോക്ക് വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, സ്റ്റഡി മെറ്റീരിയൽസ്, എക്സാം നോട്ട്സ്, സോൾവ്ഡ് അസൈൻമെന്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, നിങ്ങൾക്ക് വായിക്കാം, റീഡ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം, www.literadude.com. ഓക്കെ, താങ്ക് യു.